ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തമിഴിൽ ഈ റീസെന്റായി റിലീസായ ആക്ഷൻ ത്രില്ലർ മൂവിയായ കര എന്ന മൂവിയുടെ കഥയാണ്. 1990കളിലെ ഇന്ധനക്ഷാമവും ഗ്രാമീണ ജീവിതവും ബാങ്ക് ബാധ്യതകളെയും ചുറ്റിപ്പറ്റിയാണ് ഈ കഥ നടക്കുന്നത്. കരസാമി എന്ന നമ്മുടെ നായകൻ ഒരു കള്ളനാണ്. എന്നാൽ പിന്നീട് മോഷണം ഉപേക്ഷിച്ച് ഭാര്യ സെല്ലിയുമായി സമാധാനമായി ജീവിക്കാൻ കര തീരുമാനിക്കും. ഒരു ചെറിയ ഹോട്ടൽ തുടങ്ങാനായിരുന്നു അവന്റെ സ്വപ്നം. പക്ഷെ പണമില്ലാത്തതിനാൽ സ്വന്തം നാടായ രാമനാഥപുരത്തേക്ക് തന്നെ അവൻ തിരികെ പോകുന്നു. ആ നാട്ടിലെത്തിയതിനു ശേഷം അവൻ നേരിടേണ്ടി വന്ന പല പ്രശ്നങ്ങളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഈ സിനിമയുടെ കഥ. ധനുഷിന്റെ കരിയറിലെ തന്നെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നായ കര എന്ന ഈ സിനിമയുടെ മുഴുവൻ കഥയും നമുക്ക് കേൾക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കാണിക്കുന്നത് കരസാമി എന്ന് വിളിക്കുന്ന കരയും അവന്റെ റിലേറ്റീവായ മുരുകേശനും ചേർന്ന് MLAയുടെ വീട് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നതാണ്. ലോക്കിനുള്ളിൽ വെടിമരുന്ന് നിറച്ച ശേഷം അതിൽ തീ കൊളുത്തി പൂട്ട് തകർത്ത് കര വീടിനുള്ളിൽ കയറുന്നു. മുരുകേശന്റെ ആദ്യത്തെ കവർച്ചയായിരുന്നു അത്. അവിടെ നിന്നും സ്വർണവും പണവുമെല്ലാം അവർ മോഷ്ടിക്കും. മുരുകേശന്റെ പങ്ക് അവന് കൊടുത്തതിനു ശേഷം ബാക്കി ക്യാഷ് കൊണ്ട് താൻ സ്നേഹിക്കുന്ന സെല്ലിയെ വിവാഹം കഴിച്ച് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പോകുകയാണെന്നും കര പറയും. പക്ഷെ അവർ സ്വർണവും പണവുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ MLAയും അയാളുടെ വൈഫും അവിടേക്ക് തിരിച്ചു വരുന്നു. പൂട്ട് പൊളിഞ്ഞു കിടക്കുന്നത് കണ്ട് അവർ വളരെ ടെൻഷനോടെ വീടിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കും. കര ഡോറ് പുറത്തു നിന്നും കുറ്റിയിടുന്നു. അതിനുശേഷം മുകളിലുണ്ടായിരുന്ന ഒരു ഹോള് വഴി മുരുകേശനെ മുകളിലോട്ട് കയറ്റിവിട്ടതിനു ശേഷം ചാക്കിലുണ്ടായിരുന്ന പണവും മുകളിലേക്ക് ഇട്ടുകൊടുക്കാനായി കര ശ്രമിക്കുന്നു. അവർ മോഷ്ടിച്ച ക്യാഷും സേഫ് ആക്കിയതിനു ശേഷം മുരുകേശ് ഹെൽപ്പ് ചെയ്തെങ്കിൽ മാത്രമേ കരയ്ക്കും അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയൂ. എന്നാൽ മുരുകേശിന് കര എറിഞ്ഞു കൊടുക്കുന്ന ക്യാഷ് അടങ്ങിയ ചാക്ക് പിടിക്കാൻ കഴിയില്ല. അത് താഴേക്ക് തന്നെ വീഴുന്നു. ഇതെടുത്ത് വീണ്ടും കര മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മുരുകേശ് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിരുന്നു. തന്നെ ചതിച്ച് അവൻ തനിയെ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയതിൽ കര ആകെ ഇമോഷണൽ ആകുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ നാട്ടുകാരെല്ലാവരും തടിച്ചുകൂടിയിരുന്നു. അവരെല്ലാവരും കൂടി വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറുന്നു. അവരുമായി ഫൈറ്റ് ചെയ്ത് രക്ഷപ്പെടാൻ ട്രൈ ചെയ്യുമെങ്കിലും ഒരു കൂട്ടം ആളുകൾ അവനെ നന്നായി മർദ്ദിച്ചതിനു ശേഷം പിടികൂടി സ്റ്റേഷനിൽ എത്തിക്കുന്നു. പോലീസുകാർ സ്റ്റേഷനിൽ വെച്ചും വളരെ ബ്രൂട്ടലായി തന്നെ കരയെ അടിക്കുന്നുണ്ട്. മുരുകേശൻ വഴി സെല്ലിയും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നു. സെല്ലി ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്നും അവൻ നിരപരാധിയാണെന്നും പറഞ്ഞ് സെല്ലി പോലീസുകാരുടെ കാല് പിടിക്കുന്നു. നീ ഒരിക്കലും മോഷ്ടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാമെന്ന് സെല്ലി പറയുമ്പോൾ നീ എന്നോട് ക്ഷമിക്കണമെന്ന് മാത്രമാണ് കര അവളോട് പറയുന്നത്. ഇത് കേട്ട് അവൾ ആകെ തകർന്നു പോകും. MLAയുടെ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ ശ്രമിച്ച കള്ളനെയാണ് പിടിച്ചിരിക്കുന്നത്. അത്യാവശ്യം പബ്ലിസിറ്റി കിട്ടുന്ന കേസായത് കൊണ്ട് തന്നെ DSP ഭരതൻ ഈ കേസ് താൻ നോക്കിക്കോളാമെന്ന് സീനിയർ ഓഫീസറിനോട് പറയുന്നു. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കേസുകളുടെ പബ്ലിസിറ്റി പോലും മറ്റ് ഓഫീസേഴ്സ് ആണ് കൊണ്ടുപോയത് സർ, അതുകൊണ്ട് ഈ കേസ് എനിക്ക് തന്നെ തരണമെന്നും ഭരതൻ പറയുന്നു. അങ്ങനെ സീനിയർ ഓഫീസേഴ്സ് DSP ഭരതന് തന്നെ ഈ കേസ് കൊടുക്കും. MLAയുടെ വീട്ടിൽ നിന്നും കര 50 പവനായിരുന്നു മോഷ്ടിച്ചിരുന്നത്. എന്നാൽ കേസിന് കുറച്ച് ബലം കൂട്ടാൻ വേണ്ടി 100 പവൻ അവൻ മോഷ്ടിക്കാൻ ശ്രമിച്ചെന്നും പോലീസുകാരെ വരെ ആക്രമിക്കാൻ ശ്രമിച്ച അവനെ വളരെ സാഹസികമായാണ് താൻ പിടിച്ചതെന്നും കേസ് ഷീറ്റ് എഴുതാനാണ് ഭരതൻ പറയുന്നത്. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന പല മോഷണ കേസുകളും അവന്റെ തലയിൽ കെട്ടിവെക്കാനും അയാൾ പറയും. അയാളുടെ പേര് പത്രത്തിൽ വരാനും അതിലൂടെ പേരും പ്രശസ്തിയും നേടാനുമായിരുന്നു ഭരതൻ ശ്രമിച്ചത്. ഇതെല്ലാം കേൾക്കുന്ന കരയാകട്ടെ സാറി ചെയ്യുന്നത് ശരിയല്ലെന്ന് DSP ഭരതനോട് പറയും. ശരിയും തെറ്റും പഠിപ്പിക്കാൻ നീ ആരാണെന്ന് ഭരതനും തിരിച്ചവനോട് ചോദിക്കും. ഈ കേസുകളിൽ പെട്ട് അകത്തു പോയാൽ തനിക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ കരയാകട്ടെ ഉടനെ തന്നെ ഭരതനെ അടിച്ചിട്ട ശേഷം മെയിൻ സ്വിച്ച് ഓഫ് ആക്കി പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് അവിടെ നിന്നും കടന്നു കളയുന്നു. പോലീസുകാർ അവനെ അന്വേഷിച്ച് കരയെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു മരത്തിന്റെ മുകളിൽ ഒളിച്ചിരുന്ന് അവൻ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഇനി ഒരിക്കലും താൻ മോഷ്ടിക്കില്ലെന്നും ഈ തവണ ഈ കേസിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്നും അവർ ആരാധിക്കുന്ന കറുപ്പസ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് 6 മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ആ നാട്ടിൽ നിന്നും തന്നെ രക്ഷപ്പെട്ടു പോയ കര സെല്ലിയെ വിവാഹം കഴിച്ച് മറ്റൊരു നാട്ടിലാണ് താമസിക്കുന്നത്. മെസ്സ് നടന്ന ഒരാളുടെ കീഴിൽ അവർ 2 പേരും ജോലി ചെയ്യുന്നു. രാവിലെ മുതൽ രാത്രി വരെ ആ മെസ്സിൽ 2 പേരും നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. അവന് വേണ്ടി സെല്ലി അത്രയും പണിയെടുത്ത് കഷ്ടപ്പെടുന്നതിൽ കരയും വളരെ ഫീൽ ചെയ്യുന്നു. എന്നാൽ അവരുടെ അടുത്ത് ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ താമസിക്കുന്ന വീടും നന്നായി ചോർന്നൊലിക്കുകയും പൊട്ടിപ്പൊളിയാറുമായ ഒരു വീടായിരുന്നു. അവനെ മാത്രം വിശ്വസിച്ച് അവനൊപ്പം ഇറങ്ങിത്തിരിച്ച സെല്ലിയും ഇത്രയും കഷ്ടപ്പെടുന്നതോർത്ത് കര വളരെ ഇമോഷണൽ ആകുന്നു. എങ്ങനെയെങ്കിലും അവളെയും കൊണ്ട് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നും അവൻ തീരുമാനിക്കും. സ്വന്തമായിട്ട് ഒരു മെസ് തുടങ്ങാൻ അവൻ തീരുമാനിക്കുന്നു.
എന്നാൽ അതിനുള്ള പണം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അടുത്തുള്ള ഒരു ബാങ്കിൽ പോയി മെസ്സ് തുടങ്ങാനായി ലോൺ കിട്ടുമോ എന്ന് അവർ തിരക്കുന്നുണ്ട്. എന്നാൽ ഈട് വയ്ക്കാൻ എന്തെങ്കിലും വേണമെന്നാണ് ബാങ്കിൽ നിന്നും പറയുന്നത്. സ്വർണമോ സ്ഥലത്തിന്റെ എഗ്രിമെന്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലോൺ തരാൻ കഴിയുമെന്നും ബാങ്കുകാർ പറയും. ഇതു കേട്ട് വളരെ വിഷമത്തോടെ അവർ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് നാട്ടിൽ അച്ഛന്റെ പേരിലുള്ള 8 ഏക്കർ സ്ഥലത്തിനെ കുറിച്ച് കരയോർക്കുന്നത്. ആ സ്ഥലത്തിന്റെ എഗ്രിമെന്റ് പണയം വെച്ച് കുറച്ച് ക്യാഷ് ലോണായി എടുക്കാമെന്നും കരൺ തീരുമാനിക്കും. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും കുറച്ച് ക്യാഷ് മോഷ്ടിച്ച് അവൻ നാട് വിട്ടു പോയതാണ്. അതിനുശേഷം അവൻ തിരിച്ച് ആ നാട്ടിലേക്ക് പോയിട്ടേയില്ല. ഇനി താൻ തിരിച്ചു ചെല്ലുമ്പോൾ അച്ഛൻ എങ്ങനെ നിന്നെ ഉൾക്കൊള്ളുമെന്ന് സെല്ലി ചോദിക്കും. വേറെ വഴിയൊന്നുമില്ലാത്തതിനാൽ അച്ഛനെ തന്നെ പോയി കാണാൻ കര തീരുമാനിക്കുന്നു. അതിനായി സെല്ലിയെയും അവൻ കൂടെ കൂട്ടും. അങ്ങനെ സ്വന്തം നാട്ടിലെത്തിയ കര അവിടെ ഒരു ലോഡ്ജ് എടുത്ത് അവിടെ സെല്ലിയെ ആക്കിയതിനു ശേഷം അവൻ തനിയാണ് അവന്റെ വീട്ടിലേക്ക് പോകുന്നത്. കാരണം സെല്ലിയെ കൂടി കണ്ടാൽ അച്ഛൻ അതെങ്ങനെ എടുക്കുമെന്നുള്ള പേടി അവനുണ്ടായിരുന്നു. അച്ഛനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതിനാൽ തന്നെ അവന്റെ മാമനായ കാശിമായനെ കാണാനാണ് കര ആദ്യം തീരുമാനിക്കുക. കാരണം പണ്ട് മുതലേ അവന്റെ മാമനായ കാശിക്ക് അവനോട് ഒരിഷ്ടം കൂടുതലുണ്ടായിരുന്നു. സോ കാശിയുടെ സഹായത്തോടെ അച്ഛനെ ചെന്ന് കാണാനാണ് കര തീരുമാനിക്കുന്നത്. അതിനായി അവൻ നേരെ അവന്റെ മാമനായ കാശിയുടെ അടുത്തെത്തുന്നു. എന്നാൽ കാശി അവനെ നന്നായി ചീത്ത പറഞ്ഞതിനു ശേഷം അവനെ തല്ലുകയും ചെയ്യുന്നുണ്ട്. നീ ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത് നിന്റെ എന്തോ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് കാശി അവനെ അവിടെ നിന്നും അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നും നീ എവിടേക്കാണെങ്കിലും പൊയ്ക്കോ, നിന്റെ അച്ഛന്റെ മുൻപിലും കാലം നീ ചെന്ന് പെട്ടാൽ അയാൾ നിന്നെ അടിച്ചു കൊല്ലുമെന്ന് കാശി പറയുന്നുണ്ട്. സോ അച്ഛനെ കാണാൻ നിൽക്കാതെ തിരിച്ചു പോകാൻ തന്നെ കര തീരുമാനിക്കും. അതിനായി ബസ് സ്റ്റോപ്പിലെത്തുന്ന കര അവിടെ ബസ്സിൽ വന്നിറങ്ങുന്ന അച്ഛനെ കാണുകയും ചെയ്യുന്നു. അച്ഛന് മുഖം കൊടുക്കാതെ അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ അവന്റെ അച്ഛനായ കന്ദസ്വാമി അവനെ കണ്ടിരുന്നു. അയാൾ ഓടി വന്ന് കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തന്റെ മകൻ തിരിച്ചു വന്ന സന്തോഷത്തിലായിരുന്നു ആ അച്ഛൻ ഉണ്ടായിരുന്നത്. നീ ജീവനോടെ ഉണ്ടാകുമോ എന്ന് കരുതി ഞങ്ങൾ നീറി കഴിയുകയായിരുന്നെന്നും നിന്നെ അന്വേഷിക്കാത്ത സ്ഥലം പോലും ഇല്ലെന്ന് പറഞ്ഞ് ആ അച്ഛൻ വളരെ ഇമോഷണൽ ആകുന്നുണ്ട്. അവനെയും കൂട്ടി അയാൾ അവരുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നു. അമ്മയും കരയെ കണ്ട് വളരെ ഇമോഷണലായി അവനെ കെട്ടിപ്പിടിക്കും. കര ഡ്രസ്സൊന്നും കൊണ്ടുവരാത്തതിനാൽ തന്നെ അവനെയും കൊണ്ടുപോയി അടുത്തുള്ള കടയിൽ നിന്നും ഡ്രസ്സും ചെരുപ്പുമൊക്കെ ആ അച്ഛൻ അവന് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അച്ഛനൊപ്പം ആ 8 ഏക്കർ വരുന്ന സ്ഥലത്തേക്ക് കരയും പോകുന്നുണ്ട്. അവിടെ വലിയ കൃഷികളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സ്ഥലത്ത് കൃഷിക്ക് ആവശ്യമായ ഒരു ട്രാക്ടർ കിടക്കുന്നത് കര കാണുന്നു. ഇതെപ്പോഴാണ് വാങ്ങിയതെന്ന് കര ചോദിക്കുമ്പോഴാണ് അച്ഛൻ ആ വലിയ സത്യം അവനോട് തുറന്നു പറയുന്നത്. അവന്റെ അച്ഛൻ ഉൾപ്പെടെ ആ ഗ്രാമത്തിലെ ഒരുപാട് ആളുകൾ ട്രാക്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് പഞ്ചവൻ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അവരവരുടെ സ്ഥലത്തിന്റെ ആധാരം വെച്ചിട്ടാണ് അവർ ട്രാക്ടർ വാങ്ങാനായി ലോൺ എടുത്തത്. എന്നാൽ ഗൾഫ് വാർ നടക്കുന്നതിനാൽ ഡീസലിന്റെയും പെട്രോളിന്റെയും ഒക്കെ വില കൂടിയതും അതിന്റെ ക്ഷാമവും മൂലം അവർക്ക് ട്രാക്ടർ ഓടിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ കൃഷിയിലും വലിയ നാശനഷ്ടം ഉണ്ടാകുന്നു. ട്രാക്ടർ എടുത്തതിനു ശേഷം ആകെ 9 മാസത്തെ പലിശ മാത്രമാണ് അവർ ആകെ അടച്ചിട്ടുള്ളത്. പലിശ പോലും തിരിച്ചടയ്ക്കാൻ ഉണ്ടായിരുന്നില്ല. ശരിക്കും ഇവർ ട്രാക്ടർ എടുത്ത സമയത്ത് ആ ബാങ്കിലെ ആൾക്കാർ മാസം എത്ര രൂപ പലിശയാകുമെന്ന് പോലും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുമില്ല. ഇവരുടെ അറിവില്ലായ്മ അവർ ചൂഷണം ചെയ്യുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ ബാങ്കുകാർ പറയുന്ന പണം തിരിച്ചടച്ചില്ലെങ്കിൽ ഈ സ്ഥലം വരെ ജപ്തി ചെയ്യുന്ന അവസ്ഥയിലാണ് ഉള്ളതെന്ന് അച്ഛൻ അവനോട് പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന കര ആകെ ഷോക്ക്ഡാകും. കാരണം അവൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നത് പോലും ഈ സ്ഥലത്തിന്റെ ആധാരം പണയം വെച്ച് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ആ ആധാരം പണയം വെച്ച് അച്ഛൻ ഓൾറെഡി ലോൺ എടുത്തിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് അവൻ ആകെ ഇമോഷണൽ ആകും. അച്ഛൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കര സെല്ലിയോടും പറയുന്നുണ്ട്. ഓൾറെഡി ലോണും ജപ്തിയിലും ഒക്കെ നിൽക്കുന്ന നിന്റെ അച്ഛന്റെ അടുത്ത് നിന്നും ഇനി എങ്ങനെ ക്യാഷ് ചോദിക്കുമെന്നും സെല്ലി ചോദിക്കും. സോ ഇനി അച്ഛനോട് ക്യാഷ് ചോദിക്കേണ്ടെന്നും നമുക്ക് തിരിച്ചു പോകാമെന്നുമാണ് സെല്ലി കരയോട് പറയുന്നത്. നമ്മൾ വീണ്ടും തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യാനാണെന്നും ഇതിനൊരു വഴി ഉണ്ടാക്കിയേ മതിയാകൂ എന്നും പറഞ്ഞ് കര വീണ്ടും അച്ഛന്റെ അടുത്തേക്ക് തന്നെ പോകുന്നു. ജപ്തിയിലിരിക്കുന്ന സ്ഥലം വിൽക്കാൻ കഴിയുമോ എന്നൊക്കെ അവൻ വിശദമായി അവിടെ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ജപ്തിയിലിരിക്കുന്ന സ്ഥലം വിൽക്കാൻ കഴിയുമെന്നും ബാങ്കിന് ആവശ്യമുള്ള ക്യാഷ് അടച്ചതിനു ശേഷം ബാക്കി ക്യാഷ് ഓണർക്ക് എടുക്കാൻ പറ്റുമെന്നും അവൻ അറിയാൻ കഴിയും. സോ അവരുടെ സ്ഥലം വിറ്റാണെങ്കിലും ക്യാഷുമായി തിരിച്ചു പോകാമെന്നും കര തീരുമാനിക്കും. അങ്ങനെ ആ സ്ഥലം വിൽക്കുന്നതിനെ പറ്റി അവൻ അച്ഛനോട് സംസാരിക്കുന്നു. ബാങ്കിലെ ലോണും അടച്ചിട്ട് ബാക്കി ക്യാഷ് അച്ഛൻ എടുത്തോളാനും അവൻ പറയും. പക്ഷെ അതിൽ നിന്നും ഒരു 2 ലക്ഷം രൂപ മാത്രം എനിക്ക് തരണമെന്നും കര പറയുന്നു.
എന്നാൽ ആ സ്ഥലം വിൽക്കുന്നതിനെ പറ്റി അവന്റെ അച്ഛന് സങ്കല്പിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം അത് അവരുടെ പാരമ്പര്യ ഭൂമിയായിരുന്നു. പൂർവികരായിട്ട് കൈപറിഞ്ഞു കിട്ടിയ സ്ഥലമായിരുന്നു അത്. അവിടെയാണ് അവരുടെ അച്ഛനപ്പൂപ്പന്മാരെ വരെ അടക്കം ചെയ്തിരിക്കുന്നത്. എന്തു വന്നാലും ആ സ്ഥലം വിൽക്കാൻ പറ്റില്ലെന്ന് തന്നെ അവന്റെ അച്ഛൻ കർശനമായി കരയോട് പറയുന്നു. ഞാൻ മരിച്ചാലും എനിക്ക് ഈ മണ്ണിൽ തന്നെ ഉറങ്ങണമെന്നും അവന്റെ അച്ഛൻ പറയുന്നു. ഇത് വിട്ടുകളഞ്ഞാൽ എനിക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലെന്നും കരയോട് അയാൾ പറയും. ഒരു ബിസിനസ് തുടങ്ങിപ്പോലും രക്ഷപ്പെടാൻ അച്ഛൻ സഹായിക്കുന്നില്ലല്ലോ എന്നോർത്ത് കരയ്ക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ ഇതിനോടകം തന്നെ ജപ്തി നോട്ടീസ് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ജപ്തി നോട്ടീസ് അച്ഛൻ കരയെ കാണിക്കുന്നുണ്ട്. ട്രാക്ടർ എടുത്തതിന്റെ ലോഡൊന്നും തിരിച്ചടയ്ക്കാത്തത് കാരണം 1 മാസത്തിനുള്ളിൽ ഈ സ്ഥലം ബാങ്ക് ജപ്തി ചെയ്യാൻ പോവുകയാണെന്നാണ് ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത്. ബാങ്ക് ഈ സ്ഥലം ജപ്തി ചെയ്താൽ ഈ സ്ഥലം കൊണ്ട് നമുക്ക് 2 പേർക്കും ഒരു ഉപയോഗവും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്നും കര പറയുന്നു. എന്നിരുന്നാലും ആ സ്ഥലം വിൽക്കുന്നതിനെ പറ്റി അവന്റെ അച്ഛൻ ആലോചിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. നീ ഇപ്പോഴും നിന്നെയും നിന്റെ ഭാവിയെക്കുറിച്ചും മാത്രമാണ് ചിന്തിക്കുന്നത്. ഈ സ്ഥലം നീ വിറ്റാൽ ഞങ്ങൾ എവിടെ പോകുമെന്ന് വളരെ ഇമോഷണലായി അവന്റെ അച്ഛൻ അവനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്ഥലം നമുക്ക് 2 കൂട്ടർക്കും ഒരു ഉപയോഗവുമില്ലാതെ ബാങ്ക് കൊണ്ടുപോകുമെന്നാണ് കര പറയുന്നത്. സോ ദേഷ്യം വരുന്ന കര തിരിച്ച് ലോഡ്ജിലേക്ക് തന്നെ പോകുന്നു. വീണ്ടും നീ എന്നെ ഇട്ടിട്ട് പോവുകയാണോ, നീ എവിടേക്കാണോ പോകുന്നത് എന്ന് ചോദിച്ച് അവന്റെ അച്ഛൻ അവന് പിന്നാലെ ഓടി വരുന്നുണ്ട്. നീ എവിടെയാണ് താമസിക്കുന്നതെന്നെങ്കിലും പറയാൻ പറഞ്ഞ് അയാൾ വളരെ ഇമോഷണൽ ആകും. എന്നാൽ അച്ഛനോട് ഒന്നും പറയാതെ കര അവിടെ നിന്നും പോകുന്നു. മകൻ വീണ്ടും തനിച്ചാക്കിപ്പോയതിൽ ആ അച്ഛൻ വളരെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ പിറ്റേന്ന് രാവിലെ അവൻ സെല്ലിയെയും കൂട്ടി വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. വരുന്ന വഴി അവർ മുരുകേശനെ കാണുന്നുണ്ട്. മുരുകേശൻ കരയെ ചതച്ചതിന് അവനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. കാരണം മുരുകേശൻ ചതച്ചത് കൊണ്ട് മാത്രമാണല്ലോ പോലീസ് കരയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. എന്നാൽ നടന്ന കാര്യത്തിനെല്ലാം മുരുകേശൻ അവനോട് സോറി ചോദിക്കും. എന്നാൽ കരയ്ക്ക് ആ സമയം അവനോട് ദേഷ്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സെല്ലിയെ താൻ വിവാഹം കഴിച്ച കാര്യം അവൻ അമ്മയോട് പറയുന്നു. എന്നാൽ അച്ഛനെ കണ്ട് അനുഗ്രഹം മേടിക്കാനാണ് അമ്മ അവനോട് പറയുന്നത്. സോ അച്ഛനെ കാണാൻ വേണ്ടി സെല്ലിയും കരയും അച്ഛന്റെ റൂമിലേക്ക് വരും. റൂമിൽ കട്ടിലിൽ കിടക്കുന്ന അച്ഛനെ കാണുമ്പോൾ അയാൾ ഉറങ്ങുകയാണെന്നാണ് അവർ ആദ്യം കരുതിയത്. പക്ഷെ പിന്നീടാണ് അയാൾ മരിച്ചു കിടക്കുകയാണെന്ന് കരയ്ക്ക് മനസ്സിലാകുക. ഇത് കരയ്ക്ക് വലിയൊരു ഷോക്കായിരുന്നു. അച്ഛന്റെ ആഗ്രഹപ്രകാരം തന്നെ ആ സ്ഥലത്ത് തന്നെ അച്ഛന്റെ ഡെഡ് ബോഡി സംസ്കരിക്കാൻ അവർ തീരുമാനിക്കും. എന്നാൽ ഈ സമയത്താണ് ബാങ്കുകാർ ഇടപെടുന്നത്. ഇത് ബാങ്ക് ജപ്തിയിലിരിക്കുന്ന സ്ഥലമാണെന്നും ഇവിടെ ആരുടെയും ഡെഡ് ബോഡി കുഴിച്ചിടാൻ കഴിയില്ലെന്നും അവർ കർശനമായി പറയുന്നു. എന്നാൽ അച്ഛന്റെ ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. തനിക്ക് മരിച്ചു കഴിഞ്ഞാൽ പോലും ആ സ്ഥലത്ത് തന്നെ ഉറങ്ങണമെന്നത്. അത് സാധിച്ചു കൊടുക്കണമെന്ന് തന്നെ അവന്റെ അമ്മ കർശനമായി അവനോട് പറയുന്നുണ്ട്. എന്നാൽ ബാങ്കിൽ അടയ്ക്കാനുള്ള പലിശയും കൂട്ടി തുക മുഴുവനും അടച്ചു തീർത്തെങ്കിൽ മാത്രമേ ജപ്തിയിൽ നിന്നും ആ സ്ഥലം ഒഴിവാക്കിയെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതിനായി എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കണമെന്ന് അവൻ തീരുമാനിക്കും. എന്നാൽ ക്യാഷ് ഉണ്ടാകുന്ന സമയം വരെ അച്ഛന്റെ ബോഡി എങ്ങനെയെങ്കിലും ഏതെങ്കിലും മോർച്ചറിയിൽ വെക്കണം. എന്നാൽ അതിനു പോലും അവരുടെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നില്ല. ഇതിനായി മുരുകേശൻ മോർച്ചറിയിലെ ഒരു സ്റ്റാഫിനോട് സംസാരിക്കുമ്പോഴാണ് ആരോരുമില്ലാത്ത അജ്ഞാത പ്രേതമാണെങ്കിൽ മാത്രം മോർച്ചറിയിൽ 7 ദിവസം ഫ്രീ ആയി വെക്കാമെന്ന് അയാൾ പറയുന്നത്. ആരെങ്കിലും സ്വന്തക്കാര് വരുമോ എന്നറിയാൻ 7 ദിവസം ഹോസ്പിറ്റലുകാരെ വെയിറ്റ് ചെയ്യും. 7 ദിവസത്തിനകം ആരും വന്നില്ലെങ്കിൽ 8ാമത്തെ ദിവസം അവർ തന്നെ അതിനെ അടക്കം ചെയ്യുമെന്നും അയാൾ മുരുകേശനോട് പറയുന്നു. ഈ കാര്യങ്ങൾ മുരുകേശൻ കരയോടും പറയുന്നുണ്ട്. സോ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കര ഇതിന് സമ്മതിക്കുന്നു. അങ്ങനെ അനാഥശവമായിട്ട് ഏതെങ്കിലും റോഡിൽ കൊണ്ടുപോയി അച്ഛനെ ഉപേക്ഷിക്കാമെന്ന് അവർ തീരുമാനിക്കും. ഈ കാര്യങ്ങൾക്കെല്ലാം മുരുകേശനും കാശിയും കരയോടൊപ്പം ഉണ്ടായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ കര അവന്റെ അച്ഛന്റെ മൃതദേഹം ഒരു വഴിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. അനാഥശവം എന്ന രീതിയിൽ ഒരു ഹോസ്പിറ്റലുകാർ വന്ന ആംബുലൻസിൽ ആ ശരീരം മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്യും. 7 ദിവസത്തിനകം ആരെങ്കിലും വന്നില്ലെങ്കിൽ ഈ ഡെഡ് ബോഡി അവർ തന്നെ നശിപ്പിച്ചു കളയുമെന്നും അവർ മുരുകേശനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കരയും കേൾക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കി ആ സ്ഥലം തിരിച്ചെടുക്കണമെന്നും അച്ഛന്റെ ആഗ്രഹപ്രകാരം അച്ഛന്റെ ഡെഡ് ബോഡി അവിടെ തന്നെ ദഹിപ്പിക്കണമെന്നുമായിരുന്നു അവന്റെ ആഗ്രഹം. സോ നെക്സ്റ്റ് ഡേ തന്നെ കാശിയും കരയും കൂടി പഞ്ചവൻ ബാങ്കിലെത്തി ആ സ്ഥലത്തിന്റെ കാര്യത്തെക്കുറിച്ച് മാനേജറിനോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ലോൺ എടുക്കാൻ വന്ന സമയത്ത് അയാൾ എല്ലാവരോടും വളരെ സ്നേഹത്തോടെയായിരുന്നു സംസാരിച്ചത്. പക്ഷെ ലോൺ തിരിച്ചടവിന്റെ കാര്യം വന്നപ്പോൾ വളരെ ദേഷ്യത്തോടെയായിരുന്നു അയാൾ അവരോട് ബിഹേവ് ചെയ്തിരുന്നത്. ആ ബാങ്കിന്റെ റീജിയണൽ മാനേജർ ആയിരുന്നു മുത്തസെൽവൻ എന്നയാൾ. അയാളും പല പഞ്ചാര വാക്കുകൾ പറഞ്ഞാണ് അവരെ കൊണ്ട് ഈ ലോൺ എടുപ്പിച്ചത് തന്നെ. എന്നാൽ ക്യാഷ് വാങ്ങിക്കൊണ്ടുപോയി നീയൊക്കെ നിന്റെ കാര്യങ്ങൾ നടത്തിയിട്ട് ഇപ്പോൾ ക്യാഷ് ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞ് കാശി അയാൾ ഇറക്കി വിടാനും ശ്രമിക്കുന്നു. ഇതെല്ലാം കണ്ട് നല്ല ദേഷ്യത്തിലായിരുന്നു കരയെങ്കിലും അവർ ഒന്നും പ്രതികരിക്കാതെ അവിടെ ഇരിക്കുക മാത്രമാണ് ചെയ്യുന്നത്.
എന്നാൽ ലോൺ എടുക്കുന്ന സമയത്ത് മാസാമാസം ഇത്ര രൂപ അടയ്ക്കണമെന്നോ ഇത്ര രൂപ പലിശയാകുമെന്നൊന്നും അവർ ഡീറ്റെയിൽ ആയി ആ പാവങ്ങളോട് പറഞ്ഞിരുന്നില്ല. ലോൺ അടച്ചില്ലെങ്കിൽ സ്ഥലം ജപ്തി ചെയ്യുമെന്ന് പോലും ആ പാവങ്ങൾ അറിഞ്ഞിരുന്നുമില്ല. ഈ കാര്യങ്ങളെല്ലാം മറച്ചുവെച്ചായിരുന്നു ആ ബാങ്കുകാർ ആ പാവങ്ങളെ പറ്റിച്ചത് തന്നെ. സ്ഥലം ജപ്തി ചെയ്താൽ മാത്രമേ ബാങ്കിന് ലാഭമുണ്ടാകൂ എന്നായിരുന്നു ആ ബാങ്കുകാരുടെ കൺസെപ്റ്റ്. പാവങ്ങളോട് ഇതുപോലെ ക്രൂരത ചെയ്യുന്ന ഇവന്മാരുടെ ബാങ്കുകൾ മോഷ്ടിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് കാശി വളരെ ദേഷ്യത്തോടെ കരയോട് പറയുന്നുണ്ട്. എന്നാൽ കരയുടെ തീരുമാനവും അത് തന്നെയായിരുന്നു. നമ്മുടെ പണം അന്യായമായി പിടിച്ചുവെച്ച ഈ ബാങ്ക് ഞാൻ മോഷ്ടിക്കുമെന്ന് കര പറയുന്നു. എന്നാൽ ഇത് കേട്ട് കാശി ആകെ ഷോക്ക്ഡാകും. എങ്കിലും കരയുടെ അച്ഛനായ കന്ദസ്വാമിക്ക് വേണ്ടി അവനോടൊപ്പം നിൽക്കാൻ കാശിയും തീരുമാനിക്കുന്നു. അങ്ങനെ മോഷ്ടിക്കുവാൻ വേണ്ടി പഞ്ചമൻ യൂണിയൻ ബാങ്കിന്റെ പല ബ്രാഞ്ചുകളും ഇവർ സന്ദർശിക്കുന്നുണ്ട്. മോഷണം നടത്താൻ ഇവർക്കൊരു കാർ ആവശ്യമായിരുന്നു. അതിനായി ആരോ വഴിയിൽ ഉപേക്ഷിച്ച ഒരു കാറ് ഇവർ മോഷ്ടിച്ചെടുക്കുന്നു. ആ ബാങ്കിന്റെ ബ്രാഞ്ചുകളിലൊന്നും ഒരു സെക്യൂരിറ്റി പോലും നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ പോലീസ് റോന്തും ആ വഴി ഉണ്ടായിരുന്നില്ല. സോ ഇതിനുള്ളിൽ വേറെ എന്തോ സെക്യൂരിറ്റി ഉണ്ടെന്ന് കരയ്ക്ക് മനസ്സിലാകും. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഒരു കസ്റ്റമറായി തന്നെ ബാങ്കിലേക്ക് പോകണമെന്ന് അവർ തീരുമാനിക്കും. സോ 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാനുണ്ടെന്ന വ്യാജേനെ കരയും അവന്റെ അമ്മാവനായ കാശിയും കൂടി ആ ബാങ്കിന്റെ ഒരു ബ്രാഞ്ചിലെത്തുന്നുണ്ട്. ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാനുണ്ടെന്നും അങ്ങനെ ഞങ്ങൾ ഇവിടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്താൽ ഇവിടെ എന്ത് സെക്യൂരിറ്റിയാണ് ഉള്ളതെന്നും കര ചോദിക്കുന്നു. ഞങ്ങൾ ഈ പണവും സ്വർണവുമല്ല ഞങ്ങളുടെ ലോക്കറിനുള്ളിലാണ് സൂക്ഷിക്കുന്നതെന്നും അതുകൂടാതെ ഇവിടെ ഒരാൾ മോഷ്ടിക്കാൻ പോലും കയറില്ലെന്നും അയാൾ പറയും. കാരണം ഇവിടെ ആരെങ്കിലും മോഷ്ടിക്കാൻ കയറുകയാണെങ്കിൽ ഇവിടുത്തെ ഡോർ ഓപ്പൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അലാം അടിക്കുമെന്നും പോലീസ് ഉടനെ ഇവിടെ എത്തുമെന്നും ബാങ്ക് മാനേജർ അവരോട് പറയുന്നു. കാര്യങ്ങളെല്ലാം മനസ്സിലായതോടുകൂടി 2 ദിവസത്തിനകം തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു. പഞ്ചമൻ ബാങ്കിന്റെ മറ്റൊരു ബ്രാഞ്ചിൽ മോഷണം നടത്താൻ അവർ തീരുമാനിക്കും. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാനായി മുരുകേഷിനെ അവർ പുറത്തു നിർത്തിയതിനു ശേഷം കരയും കാശിയും കൂടി ബാങ്കിന്റെ ലോക്ക് തകർത്ത് ബാങ്കിനുള്ളിലേക്ക് കയറുന്നു. അലാറം അടിക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ വയറൊക്കെ നേരത്തെ തന്നെ കര മുറിച്ചു മാറ്റിയിരുന്നു. അതിനുശേഷമാണ് അവർ ആ ബ്രാഞ്ചിലേക്ക് മോഷ്ടിക്കാനായി കയറുന്നത്. എന്നാൽ അകത്ത് കയറി അവിടുത്തെ മേശയും അലമാരികളും അവർ തുറന്നു നോക്കുമെങ്കിലും അതിലൊന്നും പണമോ സ്വർണമോ ഉണ്ടായിരുന്നില്ല. ബാങ്കിന്റെ പ്രവൃത്തി സമയം കഴിയുന്നതോടെ പണവും സ്വർണവുമെല്ലാം സ്റ്റാഫുകൾ ലോക്കറിലേക്ക് തന്നെ മാറ്റിയിരുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ കരയ്ക്ക് അറിയില്ലായിരുന്നു. സോ ലോക്കറിനുള്ളിലായിരിക്കാം സ്വർണവും പണവും വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കരയും ആ ലോക്കർ തുറക്കാനായി ട്രൈ ചെയ്യുന്നു. എന്നാൽ അവൻ എത്ര ട്രൈ ചെയ്തിട്ടും ആ ലോക്കർ തുറക്കാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഇങ്ങനൊരു ലോക്കർ അവൻ തുറന്നിട്ടുമില്ല. അവൻ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു ലോക്കർ കാണുന്നത് തന്നെ. ഒരു ചുറ്റിക കൊണ്ട് പോലും ആ ലോക്കർ അവൻ ആഞ്ഞടിച്ച് തുറക്കാനായി ട്രൈ ചെയ്യുന്നുണ്ട്. എങ്കിലും അത് പൊളിയുന്നുണ്ടായിരുന്നില്ല. സൗണ്ട് അധികം കേൾക്കാൻ തുടങ്ങിയതോടുകൂടി നമുക്ക് തിരിച്ചു പോകാമെന്ന് കാശി പറയുന്നുണ്ട്. എന്നാൽ അവന്റെ അച്ഛനെ കുറിച്ച് ഓർക്കുന്ന കരയ്ക്ക് അവിടെ നിന്നും തിരിച്ചു പോകാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഒരു നിവൃത്തിയും ഇല്ലാതെ വരുന്നതോടെ കരയും കാശിയും അവിടെ നിന്നും മടങ്ങിപ്പോകുന്നു. അത്ര കഷ്ടപ്പെട്ട് മോഷ്ടിക്കാൻ കയറിയിട്ടും 1 രൂപ പോലും കയ്യിൽ കിട്ടാത്തത് കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തിലായിരുന്നു കരയുണ്ടായിരുന്നത്. രാത്രി സമയങ്ങളിൽ ആ ലോക്കറിനുള്ളിലാണ് ബാങ്കുകാർ ക്യാഷ് സൂക്ഷിക്കുക. ആ ലോക്കർ തുറക്കാൻ നമുക്ക് കഴിയില്ല. സോ ബാങ്കിന്റെ പ്രവൃത്തി സമയത്ത് തന്നെ ആ ബാങ്കിൽ കയറി മോഷ്ടിക്കണമെന്ന് കര പറയുന്നു. എന്നാൽ ഇത് വളരെ റിസ്ക് ആണെങ്കിലും മറ്റു വഴികളില്ലാത്തതിനാൽ ഇതിനൊപ്പം നിൽക്കാൻ മുരുകേശനും കാശിയും തീരുമാനിക്കുന്നു. ആ ബാങ്കിൽ നിന്നും കിട്ടിയ ഡയറി നോക്കി ബാങ്കുകൾക്ക് മറ്റെവിടെയൊക്കെ ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇനി മറ്റൊരു ബ്രാഞ്ചിൽ കയറാൻ വേണ്ടി അവർ തീരുമാനിക്കും. പകൽ മോഷ്ടിക്കുന്നത് അത്ര ഈസി അല്ല. സോ എങ്ങനെ മോഷണം നടത്താമെന്ന് അവർ ചിന്തിക്കുന്നു. അടുത്തുള്ള കടയിലെ ആളുകൾ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. ആളുകൾ ഓടിക്കൂടിയാൽ അവർ പിടിക്കപ്പെടും. ഈ സമയത്താണ് അവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവർ മോഷ്ടിക്കാനായി കയറുന്ന ബ്രാഞ്ചിനടുത്തുള്ള കടയിൽ ഉച്ചയോടുകൂടി ടിവിയിൽ ന്യൂസ് ഉണ്ടാകും. ആ ന്യൂസ് കാണാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കടയിലുള്ള ആളുകളെല്ലാം കട പൂട്ടിയതിനു ശേഷം ആ കടയിൽ ഒരുമിച്ച് കൂടാറുണ്ട്. ഈ സമയം നോക്കി ആ ബ്രാഞ്ചിനുള്ളിൽ മോഷണം നടത്താമെന്ന് അവർ തീരുമാനിക്കുന്നു. അതുകൂടാതെ പകൽ സമയത്ത് ആ ബ്രാഞ്ചിൽ കയറണമെങ്കിൽ ഒരു തോക്ക് അത്യാവശ്യമാണ്. സോ എങ്ങനെയെങ്കിലും ഒരു തോക്ക് ഒപ്പിക്കാൻ കഴിയുമോ എന്ന് കാശിയോട് കര ചോദിക്കും. കാശിയുടെ സഹായത്തോടെ ഒരു ആയുധപണിക്കാരനെ കണ്ട് അയാളുടെ കയ്യിൽ നിന്നും തോക്ക് വിലയ്ക്ക് വാങ്ങുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ആളുകളുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെറിയ തോട്ടകളും അവർ വാങ്ങുന്നുണ്ട്. ആരെങ്കിലും പിടിക്കാൻ വരികയാണെങ്കിൽ അതെറിഞ്ഞിട്ട് രക്ഷപ്പെടാനായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ പിറ്റേന്ന് പ്ലാൻ ചെയ്ത പ്രകാരം അവർ ഉച്ചയായപ്പോൾ ബാങ്കിന്റെ അടുത്തെത്തുന്നു. അടുത്തുള്ള കടയിൽ ടിവിയിൽ ന്യൂസ് വന്നതോടുകൂടി എല്ലാവരും കടയൊക്കെ അടച്ചിട്ട് ആ ന്യൂസ് കാണാൻ വേണ്ടി അവിടേക്ക് പോകുന്നു. ബാങ്കിന്റെ ഏരിയയിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ആ ബാങ്കിനുള്ളിൽ ആരൊക്കെ ഉണ്ടെന്നും എത്ര സ്റ്റാഫുകൾ ഉണ്ടെന്നും അറിയാൻ വേണ്ടി മുരുകേശനെയാണ് അവർ ആദ്യം അവിടേക്ക്
ബാങ്കിലേക്ക് പറഞ്ഞു വിടുന്നത്. ഒരു കസ്റ്റമർ എന്ന രീതിയിൽ മുരുകേശൻ ബാങ്കിലേക്ക് ചെല്ലുകയും അവിടെ ആരൊക്കെ ഉണ്ടെന്നും എത്ര സ്റ്റാഫുകൾ ഉണ്ടെന്നും മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി കരയോട് പറയുകയും ചെയ്യുന്നു. ഉടനെ തന്നെ മുഖം മറിച്ചുകൊണ്ട് കരയും കാശിയും ബാങ്കിനുള്ളിലേക്ക് കയറി തോക്ക് കാണിച്ച് എല്ലാവരെയും പേടിപ്പിച്ച് സൈഡിലേക്ക് മാറ്റി നിർത്തിയതിനു ശേഷം ബാങ്ക് ജീവനക്കാരുടെ കൈയെല്ലാം ചെയറിനോട് ചേർത്ത് കെട്ടിയിടുന്നു. അവിടുത്തെ മാനേജറെയും ഭീഷണിപ്പെടുത്തി അയാളുടെ കയ്യിൽ നിന്നും ലോക്കറിന്റെ കീ മേടിച്ച് അവർ ലോക്കർ ഓപ്പൺ ചെയ്ത് ക്യാഷ് എടുക്കാനായി തുടങ്ങുന്നു. കരയുടെ ലോൺ അടച്ചു തീർക്കാൻ 3 ലക്ഷം രൂപയായിരുന്നു ആവശ്യം. ആ ലോൺ അടച്ചു തീർക്കാൻ വേണ്ട 3 ലക്ഷം രൂപ മാത്രമാണ് അവർ അവിടെ നിന്നും എടുക്കുന്നുള്ളൂ. ഈ സമയത്താണ് ഒരു പോലീസുകാരൻ ആ ബാങ്കിലേക്ക് കടന്നു വരുന്നത്. ഇത് കണ്ട മുരുകേശൻ അവർക്ക് സിഗ്നൽ നൽകുകയും ചെയ്യും. പോലീസുകാരൻ അകത്തേക്ക് വരുന്നത് കരയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട കരയും കാശിയും ആകെ ഷോക്ക്ഡാകും. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ബാങ്ക് ജീവനക്കാരെ എല്ലാം ഒരു റൂമിലേക്ക് കയറ്റി കര പൂട്ടിയിടുന്നു. എന്നിട്ട് അവിടുത്തെ ഒരു ഓഫീസറിനെ പോലെ തന്നെ ഷർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്ത് അവിടെ ഇരിക്കും. ബാങ്കിൽ നിന്നും കാശ് എടുക്കാൻ വന്ന ആളെ പോലെ കാശിയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ബാക്കി ജീവനക്കാരൊക്കെ എവിടെയെന്ന് കരയോട് ആ പോലീസുകാരൻ ചോദിക്കുമ്പോൾ ഇവിടുത്തെ മാനേജറുടെ മോളുടെ കല്യാണമാണ്, എല്ലാവരും അവിടേക്ക് പോയിരിക്കുകയാണെന്നും സെക്യൂരിറ്റി ഒരു ചായ കുടിക്കാൻ പുറത്തേക്ക് പോയെന്നുമാണ് കര പറയുന്നത്. താൻ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വന്നതാണെന്നും എത്രയും പെട്ടെന്ന് വേണമെന്നും അത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടതെന്നും ആ പോലീസ് ഓഫീസർ കരയോട് ചോദിക്കും. കര അവിടെ നിന്നും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഫോം അയാൾക്ക് നൽകുന്നുണ്ട്. ഈ ഫോം ഫിൽ ചെയ്ത് തരണമെന്നും എങ്കിലും മാനേജറുടെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയൂ എന്നും കര പറയുന്നു. ഞാനിപ്പോൾ ഫോം ഫിൽ ചെയ്ത് തരാമെന്നും മാനേജർ വരുമ്പോൾ സൈൻ ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതിയെന്നുമാണ് പോലീസ് ഓഫീസർ പറയുന്നത്. നേരെ കാശിയുടെ അടുത്ത് ചെന്ന് ഒരു പേനയും വാങ്ങി ആ പോലീസുകാരൻ ഫോം ഫിൽ ചെയ്ത് കരയ്ക്ക് കൊടുക്കുന്നു. ഈ സമയത്തൊക്കെ കാശി നന്നായി പേടിച്ചായിരുന്നു അവിടെ നിന്നിരുന്നത്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഫോം ഫിൽ ചെയ്ത് നൽകി പോലീസുകാരൻ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ തലനാരിഴയ്ക്ക് കാശിയും കരയും അവിടെ നിന്നും രക്ഷപ്പെടും. പണവും എടുത്ത് അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പുറത്തേക്ക് വന്ന് കാറിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. കുറച്ചു സമയത്തിന് ശേഷം മോഷണം നടന്ന ബാങ്കിലേക്ക് പോലീസുകാർ എത്തുന്നുണ്ട്. എന്നാൽ പോലീസുകാർ അവിടെ നിന്ന് മോഷണം പോയ തുകയുടെ കണക്കെടുക്കുന്നതിന് മുൻപ് തന്നെ റീജിയണൽ മാനേജറായ മുത്തുസെൽവൻ അവിടെ വന്ന ലോക്കറിൽ നിന്നും ഒരു 3 ലക്ഷം രൂപയോളം അയാളും കൈക്കലാക്കുന്നുണ്ട്. ഈ പണവും അവൻ മോഷ്ടിച്ച രീതിയിൽ പോലീസുകാരോട് പറഞ്ഞാൽ മതിയെന്നാണ് ആ ബാങ്ക് മാനേജറോട് മുത്തുസെൽവൻ പറയുന്നത്. കരയുടെ മോഷണത്തിന്റെ മറവിൽ മുത്തുസെൽവനും ആ ബാങ്കിൽ നിന്നും കാശടിച്ചു മാറ്റുകയാണ് ചെയ്തത്. കര താൻ മോഷ്ടിച്ച കാശിൽ നിന്നും ഒരു നോട്ട് എടുത്ത് താൻ ആരാധിച്ചിരുന്ന ദൈവത്തിന് മുൻപിൽ വെച്ചതിനു ശേഷം ഇനി ഒരിക്കലും ഞാൻ മോഷ്ടിക്കില്ലെന്നും ഈ തവണ എന്നെ രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞാണ് അവിടെ നിന്നും പോകുന്നത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇടിച്ചിട്ടിട്ട് രക്ഷപ്പെട്ടു പോയ കരയോട് DSP ഭദ്രന് നല്ല ദേഷ്യമുണ്ടായിരുന്നു. സോ അവൻ മോഷ്ടിച്ചിരുന്ന അതേ പാറ്റേണിൽ ഏതെങ്കിലും കേസ് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ തന്നെ അറിയിക്കണമെന്ന് അയാൾ നേരത്തെ തന്നെ പോലീസുകാരോട് ഉത്തരവിട്ടിരുന്നു. സോ ഈ മോഷണവും ആ മോഷണവും ഒരേ പാറ്റേണിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോലീസ് ഓഫീസർ ഈ കാര്യം DSP ഭദ്രനോട് വിളിച്ചു പറയുന്നുണ്ട്. സോ ഇതിനു പിന്നിൽ ഉറപ്പായും കര തന്നെയാകാമെന്നും അയാൾക്ക് മനസ്സിലാകും. ആയതിനാൽ ഈ കേസ് അന്വേഷിക്കാൻ അവിടേക്ക് വരുന്നത് ഈ DSP ഭദ്രൻ തന്നെയാണ്. ഇതിനു മുൻപ് പഞ്ചവൻ ബാങ്കിന്റെ മറ്റൊരു ബ്രാഞ്ചിലും ഇതുപോലെ തന്നെ മോഷണ ശ്രമം നടത്താൻ ഇവർ പ്ലാൻ ഇട്ടിരുന്ന കാര്യവും ഭദ്രൻ അറിയുന്നുണ്ട്. പൂട്ടുപൊളിച്ച രീതി വെച്ചിട്ട് ഭദ്രൻ ഉറപ്പായിരുന്നു 6 മാസം മുൻപ് തന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയ കര തന്നെയാണ് ഈ മോഷണവും നടത്തിയിരിക്കുന്നതെന്ന്. അവന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കി ബാങ്കിലെ സ്റ്റാഫുകളെ കാണിക്കുന്നുണ്ട്. എന്നാൽ അവരൊന്നും കരയുടെ ഫേസ് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് കരയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാൽ 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാനെന്ന വ്യാജേനെ കരയും കാശിയും പഞ്ചവൻ ബാങ്കിന്റെ ഒരു ബ്രാഞ്ചിൽ എത്തിയിരുന്നല്ലോ. അവിടുത്തെ മാനേജർ കരയെ തിരിച്ചറിയുന്നു. സോ അവിടെ നിന്നാണ് ബാങ്കിന് സെക്യൂരിറ്റിയുടെ കാര്യവും അലാമിന്റെ കാര്യവും കര മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ഭദ്രന് മനസ്സിലാകും. ഈ സമയം കരയും കാശിയും തങ്ങൾ മോഷ്ടിച്ച ആ 3 ലക്ഷം രൂപയുമായിട്ട് പഞ്ചവൻ ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ചിലേക്ക് വരുന്നു. ലോൺ ക്ലോസ് ചെയ്യുകയായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ ഈ സമയം മുത്തുസെൽവനും അവിടെ ഉണ്ടായിരുന്നു. മുത്തുസെൽവനെ കാണാൻ വേണ്ടി DSP ഭദ്രനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓൾറെഡി മോഷ്ടിക്കപ്പെട്ട കാശിന്റെ സീരിയൽ നമ്പർ അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാശി ക്യാഷ് ബാങ്ക് മാനേജറുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട്. എന്നാൽ സീരിയൽ നമ്പറുമായി ഒത്തുനോക്കാനായി ബാങ്ക് മാനേജർ ട്രൈ ചെയ്യും. ഇത് കാണുന്ന കാശിയും കരയും ആകെ ഷോക്ക്ഡാകും. കാരണം ഇത് അവർ അവിടെ നിന്ന് മോഷ്ടിച്ച പണമാണല്ലോ. സോ ഈ സീരിയൽ നമ്പർ മാച്ച് ആയാൽ അവർ പെട്ടുപോകുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ക്യാഷ് ബാങ്ക് മാനേജർ പുറത്തേക്കെടുക്കുമ്പോൾ അത് പഴയ നോട്ടാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. ഈ സമയം കൊണ്ട് തന്നെ കര ആ പുതിയ നോട്ടുകൾ മാറ്റി അതിനു പകരം പഴയ നോട്ടുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു തുണിക്കടയിൽ കയറി അവിടെ നിന്നുമാണ് 3 ലക്ഷം രൂപയുടെ പഴയ ക്യാഷ് അവർ മോഷ്ടിച്ചെടുത്തത്. അതിനു പകരം അവർ മോഷ്ടിച്ച ക്യാഷ് അവിടെ വെക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യം ഭദ്രനും അറിയുന്നുണ്ട്. സോ സീരിയൽ നമ്പർ വഴി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോഷ്ടിച്ച ആൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് ഭദ്രന് മനസ്സിലാകും. എന്നാൽ ഇതുവരെയും പലിശയോ മുതലോ അടയ്ക്കാത്തത് കൊണ്ട് തന്നെ
പലിശയും കൂട്ടുപലിശയും ചേർത്ത് 4.5 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് ബാങ്ക് മാനേജർ കരയോട് പറയുന്നത്. ഇത് കേട്ട് കാശി നന്നായി ചൂടാകുന്നുണ്ട്. ഞങ്ങൾ 3 ലക്ഷം രൂപ മാത്രമാണ് ഇവിടെ നിന്നും ലോൺ എടുത്തത്. ഇപ്പോൾ പലിശയും പലിശയുടെ പലിശയും ചേർത്ത് 4.5 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ കാശി ചോദിക്കും. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ മുഴുവൻ തുകയും തരാതെ എഗ്രിമെന്റ് തിരിച്ചു തരാൻ പറ്റില്ലെന്നാണ് ബാങ്ക് മാനേജർ പറയുക. എന്നാൽ ഈ സമയം ആ ബ്രാഞ്ചിൽ തന്നെ മുത്തുസെൽവനും DSP ഭദ്രനും കൂടി ഈ കേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യുകയായിരുന്നു. മോഷ്ടാവ് ആദ്യം ഈ ബാങ്കിന്റെ മറ്റൊരു ബ്രാഞ്ചിലാണ് മോഷണ ശ്രമം നടത്തിയത്. എന്നാൽ രണ്ടാമത്തെ ബ്രാഞ്ചിൽ നിന്ന് മോഷ്ടിക്കുകയും ചെയ്തു. ഈ ക്യാഷ് അവനൊരു തുണിക്കടയിൽ നിന്ന് മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ തുണിക്കടയിൽ നിന്ന് 1 രൂപ പോലും ഇവൻ മോഷ്ടിച്ചിട്ടുമില്ല. സോ അവന് ഈ ബാങ്കുമായി എന്തോ ബന്ധമുണ്ടെന്നും അവൻ ഈ ബാങ്കിനോട് എന്തോ ദേഷ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ബാങ്കിന്റെ പല ബ്രാഞ്ചുകളിൽ നിന്ന് അവൻ മോഷ്ടിക്കാൻ ശ്രമിച്ചതെന്നാണ് DSP ഭദ്രൻ മുത്തുസെൽവനോട് പറയുന്നത്. ഇവിടെ നിന്നും ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിച്ചതോ ജപ്തി നടപടിയിൽ ഇരിക്കുന്നതോ ആയ ആരെങ്കിലും ആയിരിക്കും ഈ മോഷണത്തിന് പിന്നിലെന്നും DSP ഭദ്രൻ പറയുന്നു. ഈ അടുത്തിടെയായി നിങ്ങൾ ലോൺ തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ ലോൺ എടുത്തവരുടെ സ്ഥലങ്ങളൊക്കെ ജപ്തി ചെയ്യാൻ തുടങ്ങിയിരുന്നില്ലേ? ആ ആളുകളുടെ ലിസ്റ്റും അവരുടെ അഡ്രസ് അടങ്ങുന്ന എല്ലാ ഡീറ്റെയിൽസും വേണമെന്ന് ഭരതൻ പറയും. ആ ലിസ്റ്റ് കേന്ദ്രീകരിച്ചാണ് പിന്നെ DSP ഭരതന്റെ അന്വേഷണം നടക്കുന്നത്. ആ ലിസ്റ്റിലുള്ള എല്ലാവരുടെയും അഡ്രസ്സിലേക്ക് പോയി ഭരതനും മറ്റു പോലീസുകാരും അവരുടെ എല്ലാം വീടുകൾ മുഴുവനായി പരിശോധിക്കുന്നുണ്ട്. എന്നാൽ എവിടെ നിന്നും മോഷണം പോയ തുക കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ ഈ സമയം ബാങ്കിൽ അടയ്ക്കാനുള്ള ബാക്കി കാശിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു കരയും കാശിയും. ഇതിനെക്കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ വീടിന്റെ ഡോറിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേൾക്കുക. പോലീസ് തങ്ങളെ അന്വേഷിച്ചു വന്നതാണോ എന്ന് ഭയന്ന് അവർ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് മുത്തുസെൽവനാണ്. ബാങ്കിൽ നിന്നും പണം മോഷ്ടിച്ചത് നീയാണെന്ന് എനിക്കറിയാമെന്നും അയാൾ കരയോട് പറയുന്നുണ്ട്. കാരണം ബാങ്കിൽ നിന്നും മോഷണം പോയ അത്രയും തുക തന്നെ ഇവർ ലോൺ അടയ്ക്കാനായി ആ ബാങ്കിൽ കൊണ്ടുവന്നത് മുത്തുസെൽവൻ അറിയുകയും അതിനാലാണ് മുത്തുസെൽവത്തിന് ഇവരുടെ മേൽ സംശയം ഉണ്ടാകാൻ ഇടയായതും. ആ സമയത്ത് ആ ബാങ്കിനോട് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് കരയ്ക്കാണെന്നും മുത്തുസെൽവത്തിന് അറിയാം. പക്ഷെ നിന്റെ പേര് ഭരതന് കൊടുത്ത ലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ലെന്നും നിന്റെ അച്ഛന്റെ പേരും അഡ്രസ്സും ആ ലിസ്റ്റിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തിരുന്നെന്നും മുത്തുസെൽവൻ കരയോട് പറയുന്നു. എന്നാൽ മുത്തുസെൽവം ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് കരയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അന്ന് ബാങ്കിൽ നിന്നും നീ 3 ലക്ഷം രൂപ മാത്രമാണ് എടുത്തത്. ബാക്കി 2 ലക്ഷം രൂപ എടുത്തത് ഞാനാണ്. ഇനിയും നീ ഇതുപോലെ മോഷ്ടിക്കണം. നമുക്ക് 2 പേർക്കും ഒരുമിച്ച് നിൽക്കാമെന്നും മോഷ്ടിക്കുന്നതിന് പാതി തുക നമുക്ക് വീതിച്ചെടുക്കാമെന്നും മുത്തുസെൽവൻ കരയോട് പറയുന്നു. എന്നാൽ കരയാകട്ടെ അവന്റെ ഗതികേട് കൊണ്ട് മാത്രമാണ് ഈ മോഷണത്തിന് ഇറങ്ങിയത്. സോ മുത്തുസെൽവത്തിനൊപ്പം നിൽക്കാൻ അവൻ സമ്മതിക്കില്ല. എന്താണെങ്കിലും നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് മുത്തുസെൽവൻ അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി കര തന്നെ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മുത്തുസെൽവന് ഒരു കോൾ വരും. പക്ഷെ വിളിച്ചതോ ഭരതനായിരുന്നു. ലോൺ ക്ലോസ് ചെയ്യാൻ അടുത്തിടെ ആരെങ്കിലും വന്നിരുന്നോ എന്ന് ഭരതൻ മുത്തുസെൽവത്തിനോട് ചോദിക്കും. അങ്ങനെ ആരും വന്നിട്ടില്ലെന്നാണ് മുത്തുസെൽവൻ പറയുന്നത്. ബാങ്കിൽ നിന്നുള്ള ലോൺ എടുത്ത ആരെങ്കിലുമാണ് മോഷ്ടിച്ചതെങ്കിൽ ഉറപ്പായും അവൻ തിരിച്ചടയ്ക്കാൻ വരേണ്ടതാണ്. അവൻ അങ്ങനെ ആ ക്യാഷ് കയ്യിൽ വെച്ചാൽ അത് വളരെ റിസ്ക് ആണെന്ന് ആ കള്ളന് ഉറപ്പായിട്ടും അറിയാം. സോ അവൻ വരേണ്ടത് തന്നെയാണെന്നാണ് ഭരതൻ പറയുന്നത്. ചിലപ്പോൾ അവന്റെ കയ്യിൽ ക്യാഷ് തികയാത്തത് കൊണ്ടാകാം അവൻ ബാങ്കിൽ ക്യാഷ് തിരിച്ചടയ്ക്കാത്തതെന്ന് മുത്തുസെൽവൻ പറയും. ഇത് കേൾക്കുമ്പോഴാണ് ഭരതനും അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ചിലപ്പോൾ അവന്റെ കയ്യിൽ മുഴുവൻ ക്യാഷും കിട്ടിയിട്ടുണ്ടാകില്ല. സോ അവന് ഇനിയും ക്യാഷിന്റെ ആവശ്യം കാണും. അങ്ങനെയാണെങ്കിൽ അവൻ ചിലപ്പോൾ ഇനിയും ഈ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ മോഷണം നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്ന് രാത്രി തന്നെ എല്ലാ ബ്രാഞ്ചിലെയും മാനേജേഴ്സിനെ അതാത് ബ്രാഞ്ചിലേക്ക് പോകാൻ ഭരതൻ പറയുന്നു. ആകെ 18 ബ്രാഞ്ചുകളാണ് ഇവർക്കുണ്ടായിരുന്നത്. എല്ലാവരോടും അതാത് ബ്രാഞ്ചിലെത്തി അവിടുത്തെ അലാം ചെക്ക് ചെയ്യാനാണ് ഭരതൻ പറയുന്നത്. എല്ലാ ബ്രാഞ്ചിലെയും അലാം പോലീസ് സ്റ്റേഷനിൽ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ബ്രാഞ്ചിലെ അലാം മാത്രം ആരോ കട്ട് ചെയ്തിരിക്കുന്നുവെന്ന് ഭരതൻ മനസ്സിലാക്കുന്നു. സോ ആ ബ്രാഞ്ചിലേക്ക് പിറ്റേന്ന് കര മോഷണം നടത്താൻ വരുമെന്ന് ഭരതൻ ഉറപ്പാകും. അതുകൊണ്ട് ഭരതനും കൂട്ടരും ആ ബ്രാഞ്ചിന്റെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. കുറച്ച് പോലീസുകാർ ആ ബാങ്കിലെ സ്റ്റാഫുകൾ എന്ന വ്യാജേനെ ആ ബാങ്കിനുള്ളിൽ ചെയറുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ തങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ കരയും കൂട്ടരും ആ ബ്രാഞ്ചിലേക്ക് മോഷണം നടത്താനായി അവിടേക്ക് വരുന്നു. മോഷണം നടത്താൻ ആ ബ്രാഞ്ചിലേക്ക് കയറുന്നതിന് മുൻപായി മുരുകേശനെ ബാങ്കിലേക്ക് പറഞ്ഞു വിട്ടതിനു ശേഷം അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി വരാൻ കര പറയുന്നുണ്ട്. എന്നാൽ കരയുടെ കാറ് ബാങ്കിന് കുറച്ച് അകലെയായി നിർത്തിയിട്ടിരിക്കുന്നത് ഭരതൻ കാണുന്നുണ്ട്. എന്നാൽ കാറിനുള്ളിൽ കരയാണെന്ന് അവർക്ക് മനസ്സിലാക്കുന്നില്ല. ചിലപ്പോൾ മോഷണത്തിനെത്തിയ ആ കള്ളൻ തന്നെയാകും ആ കാറിലെന്ന് ഭരതൻ മനസ്സിലാക്കുന്നു. എങ്കിലും അവരുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. ഈ സമയത്തായിരുന്നു മുരുകേശൻ കാറിൽ നിന്നിറങ്ങി നേരെ ബാങ്കിലേക്ക് പോകുന്നത്. മുരുകേശൻ ബാങ്കിലെത്തി പണം അടയ്ക്കാനുള്ള ഒരു ഫോം തരാനാണ് പറയുന്നത്.
പറയുന്നത്. അവിടെ ഇരിക്കുന്ന പോലീസ് ഓഫീസർ ഫോം അവിടെയുണ്ട്, എടുത്തോളാനും മുരുകേശനോട് പറയുന്നു. അവിടെയുള്ള എല്ലാ സാഹചര്യങ്ങളും വീക്ഷിച്ചതിനു ശേഷം മുരുകേശൻ നേരെ ആ കാറിലേക്ക് തന്നെ തിരിച്ചു പോകും. അവിടെ 8 സ്റ്റാഫുകൾ ഉണ്ടെന്നും പക്ഷേ അവരെ കണ്ടിട്ട് എന്താ പ്രശ്നമുള്ളതായി തോന്നുന്നുണ്ടെന്നും മുരുകേശൻ കരയോട് പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ദൂരെ നിന്ന് വീക്ഷിച്ചിരുന്ന ഭരതന് ചെറിയ സംശയമൊക്കെ തോന്നാൻ തുടങ്ങും. ബാങ്കിൽ എന്തെങ്കിലും സാധാരണ ആവശ്യത്തിന് വന്നയാളാണ് അയാളെങ്കിൽ ഇത്രയും ദൂരത്ത് വണ്ടി നിർത്തിയതിനു ശേഷം അങ്ങോട്ട് നടന്നു വരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അടുത്തതായി എന്താണ് അവർ ചെയ്യാൻ പോകുകയെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഭരതനും മറ്റു പോലീസുകാരും. ഇതൊന്നും അറിയാതെ കരയാകട്ടെ മോഷ്ടിക്കാൻ വേണ്ടി തോക്ക് കയ്യിലെടുത്ത് വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയതും പെട്ടെന്ന് അവിടേക്ക് കുറെ പോലീസ് ജീപ്പുകൾ വരുന്നു. ആ ബാങ്കിൽ ഉണ്ടായിരുന്ന എല്ലാ പോലീസുകാരും ഉടനെ തന്നെ ആ ജീപ്പിൽ കയറി എങ്ങോട്ടോ പോകുന്നു. ആ പോയവരുടെ ഒക്കെ കയ്യിൽ ഗൺ ഉണ്ടായിരുന്നു. സോ അവരെല്ലാം പോലീസുകാരായിരുന്നെന്നും കരയ്ക്ക് മനസ്സിലാകും. എന്താണ് സംഭവിച്ചതെന്നറിയാൻ മുരുകേശൻ അവിടെ എത്തി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ബ്രാഞ്ച് മാനേജറോട് ചോദിക്കുന്നുണ്ട്. ഈ ബാങ്കിന്റെ തന്നെ മറ്റൊരു ബ്രാഞ്ചിൽ മോഷണം നടന്നിരിക്കുന്നെന്നും കുറച്ച് ആളുകൾ അവിടേക്ക് വന്ന അവിടുത്തെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി നല്ലൊരു തുക അടിച്ചുകൊണ്ട് പോയിരിക്കുന്നെന്നും ആ മാനേജർ മുരുകേശനോട് പറയുന്നു. മുരുകേശൻ ഈ കാര്യം കരയോടും കാശിയോടും പറയുന്നുണ്ട്. ഇത് കേട്ട് അവരെല്ലാം വളരെ ഷോക്ക്ഡ് ആകും. കരയും സംഘവും മോഷ്ടിക്കാൻ വന്ന ബ്രാഞ്ചിലായിരുന്നില്ല ആ മോഷണം നടന്നിരിക്കുന്നത്. അത് മറ്റൊരു ബ്രാഞ്ചിലായിരുന്നു. അത് മറ്റേതോ സംഘമാണ് ഇത് നടത്തിയിരിക്കുന്നത്. എങ്കിലും അത് ആരാണെന്നുള്ള സംശയം അവർക്കുണ്ടായിരുന്നു. സോ ഉടനെ തന്നെ മോഷണം നടന്ന ബ്രാഞ്ചിലേക്ക് അവർ പോകുന്നുണ്ട്. അവിടെ ഭരതനും മറ്റു പോലീസുകാരുമുണ്ട്. ഭരതൻ തന്നെ കാണാതിരിക്കാൻ വേണ്ടി കര അവിടെ നിന്നും എസ്കേപ്പ് ആകാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും കരയുടെ മുന്നിലേക്ക് മുത്തുസെൽവൻ വരുന്നുണ്ട്. ഈ മോഷണത്തിന് പിന്നിൽ എന്റെ ആൾക്കാരാണെന്നും നീ എന്റെ കൂടെ നിൽക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ വേറെ വഴി നോക്കിയെന്നുമാണ് മുത്തുസെൽവൻ കരയോട് പറയുന്നത്. എന്നാൽ ഈ മോഷണത്തിന്റെ പഴിയും നിന്റെ മേൽ തന്നെ വരുമെന്നും മുത്തുസെൽവൻ പറയുന്നു. നിന്നെ പോലീസുകാർ പിടിക്കുന്നത് വരെ ഇനിയും ഞാൻ മോഷണങ്ങൾ നടത്തുമെന്നും മുത്തുസെൽവൻ പറയും. അതെല്ലാം നിന്റെ തലയിൽ വരികയും ചെയ്യും. എന്നാൽ ഇത് കേട്ട് കരയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. ഇനി മുതൽ ഈ ബാങ്കിന്റെ പല ബ്രാഞ്ചുകളിൽ നിന്നും മോഷണം നടത്തുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. പോലീസുകാരുടെ ശ്രദ്ധ എല്ലായിടത്തുമുണ്ട്. സോ അവർക്ക് പണം കണ്ടെത്താൻ ഒരു വഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് മുത്തുസെൽവൻ ഓൾറെഡി മോഷ്ടിച്ച ആ ക്യാഷ് ഉണ്ടല്ലോ, ആ ക്യാഷ് കൈക്കലാക്കുക എന്നത്. സോ മുത്തുസെൽവൻ ആരെ കൊണ്ടാണ് ഈ ക്യാഷ് ഒക്കെ മോഷ്ടിച്ചതെന്നും ഈ ക്യാഷ് ഒക്കെ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്നും കണ്ടെത്തണം. ഇതൊക്കെ അറിയാൻ വേണ്ടി മുത്തുസെൽവനെ അവർ ഫോളോ ചെയ്യാനായി തുടങ്ങുന്നു. അയാൾ ഒരു ഫോൺ ബൂത്തിൽ നിന്നും ഒരു ലോഡ്ജിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. കോൾ ചെയ്തതിനു ശേഷം അയാൾ പോയതും കരയും ആ ഫോണിൽ നിന്നും റീഡയൽ ചെയ്ത് അയാൾ വിളിച്ചിരിക്കുന്നത് ഒരു ലോഡ്ജിലേക്കാണെന്ന് കണ്ടെത്തുന്നുണ്ട്. സോ കാശിയെ മുത്തുസെൽവനെ ഫോളോ ചെയ്യാൻ അയച്ചതിനു ശേഷം കരയും മുരുകേശനും കൂടി ആ ലോഡ്ജിലേക്ക് പോകുന്നു. മുത്തുസെൽവന് വേണ്ടി പണം മോഷ്ടിച്ച ആളുകൾ അവിടെയാണ് താമസിക്കുന്നതെന്ന് കരയ്ക്ക് മനസ്സിലാകും. ചീട്ട് കളിക്കാൻ എന്നുള്ള രീതിയിൽ അവരുടെ കൂടെ കൂടി സൂത്രത്തിൽ അവർ വെച്ചിരിക്കുന്ന ക്യാഷ് തട്ടിയെടുക്കാൻ കര ശ്രമിക്കുന്നു. എന്നാൽ തന്നെ ഫോളോ ചെയ്ത് ഇവർ വന്ന കാര്യം മുത്തുസെൽവൻ മനസ്സിലാക്കുകയും ഈ കാര്യം അവരോട് മുത്തുസെൽവൻ കോൾ ചെയ്ത് പറയുകയും ചെയ്യും. അതോടുകൂടി അവർ കരയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന മുരുകേശനെ കൊണ്ട് കുത്തിയതിനു ശേഷം അവർ പണവുമായി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. മുരുകേശനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കരയും പെട്ടെന്ന് അവനെയും കൊണ്ട് നേരെ പോകുന്നത് ഇവർ തോക്ക് വാങ്ങിയ അയാളുടെ അടുത്തേക്കാണ്. അയാൾ അവന്റെ മുറിവിൽ എന്തൊക്കെയോ മരുന്ന് വെച്ചുകെട്ടി അവനെ രക്ഷപ്പെടുത്തിയെടുക്കും. വേറെ വഴിയില്ലാതെ കരയും കാശിനു വേണ്ടിയിട്ട് മുത്തുസെൽവനെ തന്നെ വിളിക്കുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ്, എനിക്ക് പണം കിട്ടിയേ പറ്റൂ എന്നും കര പറയും. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അത് ചെയ്യാമെന്നും അവൻ പറയുന്നു. എന്നാൽ ഞാനായിട്ട് നിന്റെ അടുത്ത് വന്ന സമയത്ത് നീ എന്റെ ഓഫർ തട്ടിക്കളഞ്ഞതല്ലേ, ഇനി ഞാൻ നിന്റെ കൂടെ ഒരു ഡീലിലും ഇല്ലെന്നാണ് അയാൾ പറയുന്നത്. ഇനിയും അച്ഛന്റെ ഡെഡ് ബോഡി ഹോസ്പിറ്റലിൽ നിന്നും എടുത്തില്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും അനന്തരാവകാശികൾ ഇല്ലെന്ന് പറഞ്ഞ് ആ ബോഡി കത്തിച്ചു കളയും. സോ എത്രയും പെട്ടെന്ന് അച്ഛന്റെ ഡെഡ് ബോഡി അവിടെ നിന്ന് വീട്ടിലെത്തിക്കണമെന്ന് കരയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും വഴി കണ്ടെത്തിയേ മതിയാകൂ എന്ന് കര തീരുമാനിക്കും. എന്നാൽ കര വീണ്ടും മോഷ്ടിക്കാൻ പോയതാണെന്ന് സെല്ലിക്ക് മനസ്സിലാകുന്നുണ്ട്. അന്ന് വൈകിട്ട് വീട്ടിലേക്ക് വരുന്ന കരയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് സെല്ലി നന്നായി വഴക്കിടുകയും നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നും കരയോട് പറയുന്നുണ്ട്. എന്നാൽ കര അവന്റെ അവസ്ഥയെക്കുറിച്ച് അവളോട് പറയുന്നു. എനിക്ക് വേറെ ഒരു നിവൃത്തിയുമില്ല. ക്യാഷ് കിട്ടിയില്ലെങ്കിൽ അച്ഛനെ അടക്കം ചെയ്യാൻ ഒരു തരി ഭൂമി പോലുമില്ല. അച്ഛനെ ഒരു അനാഥപ്രേതത്തെ പോലെ അടക്കം ചെയ്യേണ്ടതായും വരും. ഞാൻ പണം മോഷ്ടിക്കാനല്ല പോകുന്നത്. എന്റെ അച്ഛനെ ഉൾപ്പെടെ ഈ ഗ്രാമത്തിലെ ഒരുപാട് പേരെ പറ്റിച്ച് ആ ബാങ്കിൽ നിന്നും നമ്മുടെ ക്യാഷ് തന്നെ തിരിച്ചെടുക്കാനാണ് പോകുന്നതെന്നാണ് കര പറയുന്നത്. എന്നാൽ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് സെല്ലി അവനോട് ചോദിക്കും. അവനല്ലാതെ അവൾക്ക് മറ്റാരും ഉണ്ടായിരുന്നില്ല. ആ സമയം സെല്ലി പ്രഗ്നന്റ് ആയിരുന്നു. സോ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും നമുക്ക് മനസമാധാനത്തോടെ ജീവിക്കാമെന്ന് സെല്ലി അവനോട് പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന വാശിയിലായിരുന്നു കരയുണ്ടായിരുന്നത്.
പറയുന്നത്. എന്നാൽ കരയുടെ വിഷമം മനസ്സിലാക്കി നിന്റെ അച്ഛൻ ആഗ്രഹിച്ച പോലെ ആ മണ്ണിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നിന്നെ അവസാനമായിട്ട് അദ്ദേഹത്തിന് ഒന്ന് കാണാൻ പറ്റിയല്ലോ, സോ അദ്ദേഹം സന്തോഷത്തോടു കൂടിയായിരിക്കും പോയിരിക്കുന്നതെന്നാണ് അവന്റെ അമ്മ അവനോട് പറയുന്നത്. അവന്റെ അമ്മയും അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും ഞാൻ ശരിക്കും ഈ സ്ഥലം വിറ്റ് കുറച്ച് ക്യാഷ് വാങ്ങി തിരിച്ചു പോകാൻ വേണ്ടിട്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ആ സ്ഥലം വിൽക്കുന്നതിനെ പറ്റി അച്ഛനോട് പറഞ്ഞതുകൊണ്ട് അത് കേട്ട് ആ പാവം നെഞ്ചു പൊട്ടിയാണ് മരിച്ചതെന്ന് വളരെ ഇമോഷണലായി കര അവന്റെ അമ്മയോട് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ അവസ്ഥകളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് താൻ ഈ സ്ഥലം തിരിച്ചെടുത്തിട്ട് തിരിച്ചു പോകൂ എന്നും അവൻ പറയുന്നു. എന്റെ അച്ഛനെ പോലെ പറ്റിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ പോരാടുമെന്നും അവൻ പറയുന്നു. ആ സമയത്താണ് അവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. ആ സിനിമാ സെറ്റിലേക്ക് ആവശ്യമായി കുറച്ച് വാളും ആയുധങ്ങളും അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ആയുധങ്ങൾ തിരിച്ചു കൊടുക്കാൻ പോകുന്നത് കരയാണ്. ആ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി കുറച്ച് ക്യാഷ് അവിടേക്ക് ഒരു വണ്ടിയിൽ വരുന്നുണ്ടെന്ന് കരയ്ക്ക് അവിടെ നിന്നും മനസ്സിലാകുന്നുണ്ട്. ആ ക്യാഷ് കൊണ്ടുവരുന്ന വണ്ടി ആക്രമിച്ച് അതിൽ നിന്നും പണം എടുക്കണമെന്ന് കര തീരുമാനിക്കും. അങ്ങനെ വഴിയിൽ പതിയിരുന്ന് അവർ വണ്ടി ആക്രമിക്കുകയും അതിൽ നിന്ന് ക്യാഷ് എടുക്കുകയും ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് ആ ബാങ്കിന്റെ ഓരോ ബ്രാഞ്ചിൽ നിന്നും മോഷണം നടന്നുവെന്നുള്ള കോളാണ് ഭരതന് കിട്ടിയത്. ആ ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചുകളിലേക്കും പോയി അവർക്ക് ആവശ്യമായ ക്യാഷുകൾ കരയും കൂട്ടരും മോഷ്ടിക്കുകയായിരുന്നു ചെയ്തത്. ഏത് ബ്രാഞ്ചിൽ പോകണമെന്ന് പോലും അറിയാതെ ഭരതൻ ഓടി നടക്കുകയാണ്. കാരണം ആ സമയത്ത് ഓരോ ബ്രാഞ്ചിലും മോഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും വന്നാൽ തന്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ മുത്തുസെൽവനെയും അയാൾ കൂടെ കൂട്ടിയിരുന്നു. എന്നാൽ മുത്തുസെൽവൻ ഈ സമയം ആകെ ടെൻഷനിലായിരുന്നു. കാരണം മുത്തുസെൽവന്റെ ആൾക്കാരും ആ ബാങ്കിന്റെ ബ്രാഞ്ചിൽ മോഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അടുത്തടുത്തുള്ള ബാങ്കിന്റെ ബ്രാഞ്ചുകളിലാണ് മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ അടുത്തതായി ഏത് ബ്രാഞ്ചിലേക്കാണ് അവർ പോകാൻ സാധ്യത എന്നുള്ളത് ഭരതൻ മനസ്സിലാക്കിയെടുക്കും. ആ ബ്രാഞ്ചിലേക്ക് മുത്തുസെൽവനെയും കൂട്ടിയാണ് ഭരതൻ പോകുന്നത്. എന്നാൽ അവിടേക്ക് പോകേണ്ട കാര്യം എന്താണെന്നും അവിടെ ഓൾറെഡി അവൻ ആദ്യം മോഷണം ചെയ്തല്ലേ എന്നാണ് മുത്തുസെൽവൻ പറയുന്നത്. കാരണം മുത്തുസെൽവന്റെ ആളുകളായിരുന്നു അന്ന് ആ ബ്രാഞ്ചിൽ മോഷണത്തിനായി പോയത്. സോ ഭരതൻ അത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി അയാളെ പിന്തിരിപ്പിക്കാനായിരുന്നു മുത്തുസെൽവൻ ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ ഇതൊന്നും കേൾക്കാതെ ഭരതൻ നേരെ ആ ബ്രാഞ്ചിലേക്ക് തന്നെ പോകും. ഈ സമയത്താണ് മുത്തുസെൽവന്റെ ആൾക്കാർ അവിടെ മോഷ്ടിക്കാനായി വരുന്നത്. കരയാകും അവിടെ മോഷ്ടിക്കാനായി വരുന്നതെന്ന് അപ്പോൾ അവനെ പിടിക്കാമെന്നും കരുതിയ ഭരതൻ ഇവരെ കണ്ട് ആകെ ഷോക്ഡ് ആകുന്നു. മുത്തുസെൽവനൊപ്പം ഭരതൻ നിൽക്കുന്നത് കണ്ട് ആ മോഷ്ടാക്കൾ വിചാരിക്കുന്നത് മുത്തുസെൽവന്റെ കൂടെയുള്ള ആളാണ് ഭരതൻ എന്നാണ്. മോഷണത്തിൽ ഇവരെ ഹെൽപ്പ് ചെയ്യാനാണ് അയാൾ വന്നിരിക്കുന്നതെന്നാണ് അവർ കരുതിയിരുന്നത്. സോ സാറേ, ഇത് നമ്മുടെ ആളാണോ എന്ന് ഭരതനെ ചൂണ്ടി ആ മോഷ്ടാവ് ചോദിക്കുന്നു. സാറ് പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഇവിടെ മോഷ്ടിക്കാൻ വന്നിരിക്കുന്നതെന്നും അവർ പറയും. ഇത് കേട്ട് ഭരതന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. മുത്തുസെൽവന്റെ അറിവോടെയാണ് ഇവർ മോഷണം നടത്തിയത് ഭരതന് മനസ്സിലാകും. ഭരതൻ ഉടനെ തന്നെ ആ മോഷ്ടാക്കളെ ഷൂട്ട് ചെയ്യുന്നു. എന്നെ ഷൂട്ട് ചെയ്യരുത്, എല്ലാം ഇയാൾ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് മുത്തുസെൽവനെ ചൂണ്ടി അവർ പറയുന്നുണ്ട്. സോ ഇതോടെ മുത്തുസെൽവനായിരുന്നു ഇതിന്റെ പിന്നിലെന്ന് ഭരതൻ ഉറപ്പാകും. കരയും സംഘവും മോഷണം നടത്തുന്നതിന്റെ ഇടയിൽ തന്നെ ഈ ബാങ്കിന്റെ പല ബ്രാഞ്ചുകളിലും മുത്തുസെൽവന് മോഷണങ്ങൾ നടത്തിയിരുന്നു. താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതോടെ മുത്തുസെൽവൻ അവിടെ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിക്കും. പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്ത് അയാൾ ഓടാൻ ശ്രമിക്കുമ്പോഴേക്കും അയാൾ തന്നെ ലോണായി കൊടുത്ത ട്രാക്ടർ ഒരാൾ ഓടിച്ചുകൊണ്ട് വരികയും അതിനിടയിൽപ്പെട്ട മുത്തുസെൽവൻ നിലത്തേക്ക് വീഴുകയും ചെയ്യും. ട്രാക്ടർ അയാളുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി പോയതിനാൽ അയാളെ ഉടനെ അവർ ഹോസ്പിറ്റലിലാക്കുന്നു. ഈ സമയം കൊണ്ട് തന്നെ മോഷ്ടിച്ച പണത്തിൽ നിന്നും ബാക്കി അടയ്ക്കാനുള്ള തുകയുമായി കരയും കാശിയും ബാങ്കിലെത്തുന്നു. അങ്ങനെ പണമടച്ച് തന്റെ സ്ഥലത്തിന്റെ പേപ്പർ കര സ്വന്തമാക്കുകയും ചെയ്യും. അച്ഛന്റെ ആഗ്രഹപ്രകാരം തന്നെ അച്ഛന്റെ ഡെഡ് ബോഡി ആ സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യുകയും ചെയ്യുന്നു. ആശുപത്രിയിൽ കിടക്കുന്ന മുത്തുസെൽവനാകട്ടെ താൻ ചെയ്ത തെറ്റെല്ലാം ഭരതനോട് തുറന്നു പറയും. തന്നെ പറ്റിച്ച മുത്തുസെൽവനെ അങ്ങനെ വെറുതെ വിടാൻ ഭരതൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാളോട് ഭരതന് നല്ല ദേഷ്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്റെ കൂടെ നിന്നാൽ സാറിന് ഞാൻ ഷെയർ തരാമെന്ന് മുത്തുസെൽവൻ ഭരതനോട് പറയുന്നുണ്ട്. എന്നാൽ ഓക്സിജന്റെ ലെവൽ കുറച്ചു വെച്ച് അവിടെ വെച്ച് തന്നെ ഭരതൻ മുത്തുസെൽവനെ കൊല്ലുന്നു. അവിടെ നിന്നും ഭരതൻ തിരിച്ച് ബാങ്കിലേക്ക് എത്തുമ്പോൾ പാവപ്പെട്ടവരായിട്ടുള്ള അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ കയ്യിൽ ക്യാഷുമായിട്ട് ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടി ആ ബാങ്കുകളിലേക്ക് വന്നിരിക്കുന്നത് ഭരതൻ കാണും. ഒന്നോ രണ്ടോ ആളുകളായിരുന്നില്ല അവിടെ എത്തിയിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകളാണ് ക്യാഷുമായി ലോൺ അടച്ച് തങ്ങളുടെ സ്ഥലത്തിന്റെ ആധാരം സ്വന്തമാക്കാനായി ആ ബാങ്കിലേക്ക് എത്തിയിരിക്കുന്നത്. കര മോഷ്ടിച്ച ക്യാഷ് ഇവർക്കെല്ലാം പങ്കുവെച്ച് കൊടുത്തിരുന്നു. അവരുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് കാണുമ്പോൾ ഇതെല്ലാം മോഷ്ടിച്ച ക്യാഷ് ആണെന്ന് ഭരതന് മനസ്സിലാകും. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് ബാങ്കുകാർ ക്യാഷ് മോഷ്ടിച്ചതെന്നും ആ ക്യാഷുകൾ ഞങ്ങൾ തിരിച്ചെടുത്തതേ ഉള്ളെന്നാണ് ആ ജനങ്ങൾ ഭരതനോട് പറയുന്നത്. ആ പാവപ്പെട്ട ജനങ്ങൾ പണം ബാങ്കിൽ തിരിച്ചടയ്ക്കുകയും അവരുടെ സ്ഥലത്തിന്റെ പേപ്പറുകൾ സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഈ സമയം തന്നെ അവന്റെ അച്ഛന്റെ ചടങ്ങുകളെല്ലാം കര നന്നായി തന്നെ നടത്തിയിരുന്നു. അവിടെ നിന്നും ഭരതൻ ദേഷ്യത്തോടെ നേരെ പോകുന്നത് കരയുടെ അടുത്തേക്കാണ്. കടം തിരിച്ചടയ്ക്കാനുള്ള ആളുകളൊക്കെ ഇങ്ങനെ മോഷ്ടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോലീസുകാർ നോക്കി നിൽക്കണോ എന്ന് ഭരതൻ ചോദിച്ചുകൊണ്ട് കരയെ
നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. പെട്ടെന്ന് കര ഭരതന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് പിടിച്ചു വാങ്ങി അയാളെ ഗൺ പോയിന്റിൽ നിർത്തിയതിനു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ലോൺ ഉണ്ടോ എന്ന് ചോദിക്കും. തനിക്ക് കാർ എടുത്തതിന്റെ ലോൺ ഉണ്ടെന്ന് അയാൾ പറയുമ്പോൾ 3 മാസം ശമ്പളം വന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് തിരിച്ചടയ്ക്കുമെന്നും 3 മാസം എന്നുള്ളത് 3 വർഷമായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്നും കര ഭരതനോട് ചോദിക്കും. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ആ ബാങ്കുകാർ പറ്റിച്ചാണ് ലോൺ എടുപ്പിച്ചിരിക്കുന്നത്. ആ സമയത്ത് എത്ര രൂപ പലിശയാകുമെന്നോ ഈ പണം അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നോ ആ ബാങ്കുകാർ നേരത്തെ ഇവരോട് പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഈ നാട്ടിലെ പാവങ്ങൾ ആ ബാങ്കുകാരുടെ ചതിയിൽ വീഴുകയും ചെയ്തു. ആ അവസ്ഥയിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ തന്നെയാണ് എനിക്ക് തോന്നിയതെന്നും കര പറയുന്നു. അവനൊരു കള്ളനാണെങ്കിലും അവൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു നാടിന്റെ നന്മ തന്നെയാണെന്ന് ഭരതന് മനസ്സിലാകും. എങ്കിലും അവനെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി ഭരതൻ അവന്റെ കയ്യിൽ വിലങ്ങണിയിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് മനസ്സ് മാറി ഭരതൻ അവന്റെ വിലങ്ങഴിക്കുന്നു. കാരണം ഇപ്പോൾ അവൻ ഈ നാട്ടിലെ തന്നെ ഹീറോയാണ്. ആ സ്ഥിതിക്ക് താൻ അവനെ അറസ്റ്റ് ചെയ്താൽ താൻ എല്ലാവരുടെയും മുന്നിൽ വില്ലനാകും. ഈ ന്യൂസ് പത്രത്തിൽ വന്നാൽ പോലും അവന് മാത്രമാകും പബ്ലിസിറ്റി കിട്ടുക. ഒരു നാടിനെ രക്ഷിച്ച കള്ളനെ കുറിച്ച് എല്ലാവരും വാതുവരാതെ പറയുകയും ചെയ്യും. സോ ഇതോടെ പേരും പ്രശസ്തിയൊക്കെ അവന് തന്നെ ലഭിക്കും. എന്നാൽ ഈ പേരും പ്രശസ്തിയും ഒക്കെ എനിക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ പ്രതി മുത്തുസെൽവൻ ആകുന്നതാണ് നല്ലതെന്നും അയാൾ കരയോട് പറയും. ബാങ്ക് റീജിയണൽ മാനേജറുടെ ഒത്താശയോട് കൂടിയാണ് ഈ മോഷണങ്ങൾ നടന്നതെന്നായിരിക്കും നാളെ പത്രത്തിൽ വരാൻ പോകുന്നത്. അവരെ സാഹസികമായി പിടിച്ച എന്റെ ഫോട്ടോയും പത്രത്തിൽ വരുമെന്നും ഭരതൻ പറയുന്നു. ഇനി ഒരിക്കലും നീ മോഷണത്തിന് ഇറങ്ങരുതെന്ന് അവന് വാർണിംഗ് നൽകിയാണ് ഭരതൻ അവിടെ നിന്നും പോകുന്നത്. ഭരതൻ പോയതിനു ശേഷം ആ ട്രാക്ടറിൽ കയറി പോകുന്ന കരയെ കാണിച്ചാണ് ഈ മൂവിയും അവസാനിക്കുക.